ആദ്യം തന്നെ പ്ലേറ്റിൽ അച്ചാറും തൈരും വിളമ്പി. പ്ലേറ്റിലല്ലാതെ പിന്നെ സ്ലേറ്റിൽ അച്ചാറും തൈരും വിളമ്പാൻ പറ്റൂലല്ലോ. എല്ലാവരും ഇപ്പൊ ഫുഡ് വരും എന്നുള്ള ആകാംക്ഷയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ടേബിളിൽ ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നു വെച്ചു. ചിക്കൻ ബിരിയാണി നിറച്ച് ചിക്കൻ ഉണ്ട്. ചിക്കൻ ബിരിയാണിയിൽ പിന്നെ ബീഫ് ഉണ്ടാവില്ലല്ലോ. ചോറ് വെച്ച് വന്നപ്പോൾ ചെക്കന്റെ ഫാലിമി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണ്. ചിഞ്ചുണ്ട് കസാലയിൽ ഞാൻ ഇരിക്കാണ്ട് കസാല എടുത്ത് അവളെ മുന്നിൽ വെച്ചതാ. അപ്പോൾ വേറെ ഒരാൾ എന്ന് കണ്ട് അതിൽ ഇരിക്കണ്. അപ്പോൾ അവളെ മുഖത്ത് ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഫോട്ടോ എടുക്കല്ലേ എഴുതിക്കാണ്ട് ചെറുച്ചിക്കാണ് ഇപ്പോഴും. കല്യാണ പരിന്ന് നേരെ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി. വിസറിന്റെ പള്ളക്ക് സുഖമല്ലാറിനെ കണ്ടാണ് അങ്ങോട്ട് പോയത്. അങ്ങനെ അവിടുന്ന് പോകാനില്ല മരുന്നും വാങ്ങിക്കാണ്ട് നേരെ ചെക്കന്റെ വരയ്ക്ക് പോയി. ഞാൻ എത്തിയപ്പോൾ ബിരിയാണി തിന്ന ക്ഷീണം മാറ്റാൻ വേണ്ടിക്കാണ്ട് സാമ്പാറും ചോറും തിന്നാണ്. അങ്ങനെ അവൾക്ക് കമ്പനി എടുക്കാൻ വേണ്ടിക്കാണ്ട് ഞാനും കുറച്ച് ബിരിയാണി ഇട്ടു. ഇതുവരെ ഇന്ന ട്രോളിക്കാണ്ടേ ഇപ്പൊ ബിരിയാണി ഇപ്പൊ മുണുങ്ങാണ്. തൈരല്ലേ പ്ലേറ്റ് നോക്കണം. തൈര് ഞാൻ അടുത്ത് ഇടാൻ കിടക്കണുള്ളൂ. ഇത് പുള്ളിടണോ ഇത് കൊത്തണോ? ബാക്കി മറ്റൊന്ന് ഈ 3 മൈന്തോളം മുണുങ്ങുന്ന വീഡിയോ ഉണ്ട്. വിദേശത്ത് നിന്ന് വന്ന ഒരു വ്ളോഗർ വീഡിയോ എടുക്കണത്. ഈ ഒരു ചാട്ടാണ് അവന്റെ മെയിൻ. വീഡിയോ എടുക്കണോണ്ട് ഏതായാലും ഡീസന്റ് ആയി തിന്നുന്നുണ്ട് ഇപ്പൊ എല്ലാവരും. അങ്ങനെ രാത്രി ആയപ്പോ കാവനൂർക്ക് അവൽ മിൽക്ക് കുടിച്ചാൻ പോയി. ഓരിസിന് കണ്ടന്റിനും വേണ്ടി അങ്ങനെ പോകുന്നതാണ്. അപ്പൊ അവൽ മിൽക്ക് കഴിഞ്ഞപ്പോ ഇവിടെ എത്തിന് അവൽ മിൽക്ക് കുടിച്ച് കണ്ട് പള്ളറിയായിട്ട് പിന്നെ ബ്രോസ്റ്റ് തിന്നാനും പോയി. അപ്പൊ ഫോളോ ചെയ്യാ. ബാക്കി മറ്റന്നാൾ.